നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം. കുറേ പാവപ്പെട്ട മനുഷ്യർ മരിക്കാൻ പോവുകയാണ്. നമസ്കാരം, പ്രശാന്താണേ. നിങ്ങൾ ഈ വാർത്ത ഒന്ന് കേട്ട് നോക്ക്. അത് കഴിഞ്ഞ് എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറയാം. സംഘർഷത്തിന് ശേഷം അടച്ചിട്ട താമരശ്ശേരി ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രം നാളെ മുതൽ പ്രവർത്തിക്കും. ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗമാണ് നിബന്ധനകളോടെ പ്രവർത്തന അനുമതി നൽകിയത്. ഇതിൽ വീഴ്ച വരുത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്നോട് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. പി എൽ കിരൺ വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. കിരൺ, എന്തൊക്കെയാണ് നിബന്ധനകൾ? ഇന്ന് ജില്ലാതല ഫെസിലിറ്റേഷൻ മോണിറ്ററിംഗ് കമ്മിറ്റി ചേർന്നിരുന്നു. കളക്ടറുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. അത് ഇന്നലെ സർവകക്ഷി യോഗത്തിൽ തന്നെ എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു യോഗം ചേർന്നത്. അതിൽ പ്രധാനമായിട്ടും ഫ്രഷ് കട്ട് പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു പരിശോധിച്ചത്. അതിൽ ശുചിത്വ മിഷന്റെ അടക്കം റിപ്പോർട്ട് ഫ്രഷ് കട്ടിന് പ്രവർത്തിക്കാം എന്ന തരത്തിലായിരുന്നു റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് ലഭിച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ പ്രവർത്തനത്തിന് അനുമതി നൽകിയിരിക്കുന്നത്. കർശനമായിട്ടുള്ള ഉപാധികളോടുകൂടി തന്നെയാണ് ഇപ്പോൾ ഫ്രഷ് കട്ട് തുറക്കാനുള്ള അനുമതി ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം അവിടെ സംസ്കരിക്കുന്ന മാലിന്യത്തിന്റെ ടൺ, അതായത് അതിന്റെ തോത് ഇപ്പോൾ കുറച്ചിട്ടുണ്ട്. അത് 25 ടണ്ണായിരുന്നു നിലവിലുണ്ടായിരുന്നത്. അത് 20 ടണ്ണായി കുറയ്ക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ വൈകിട്ട് 6 മണി മുതൽ രാത്രി 12 മണി വരെ ഇത് പ്രവർത്തിപ്പിക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പഴകിയ അറവ് മാലിന്യം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ പ്ലാന്റിലേക്ക് കൊണ്ടുവരാൻ പാടില്ല തുടങ്ങിയ നിർദ്ദേശങ്ങൾ നൽകി കഴിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ പ്ലാന്റ് തുറന്ന് പ്രവർത്തിക്കാൻ കഴിയൂ എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നത്. അപ്പോൾ നിങ്ങളിത് കേട്ടില്ലേ? പാവപ്പെട്ട ജനങ്ങളുടെ തലയിൽ ഇടുത്തി പോലെയാണ് കളക്ടറുടെ തീരുമാനം. ഈ സർവകക്ഷി യോഗത്തിൽ നമ്മളിന്ന് കണ്ടാണ്, ഈ സമരസമിതിയുടെ ആരെയും വിളിച്ചിട്ടില്ല. ഇവരുടെ ആരൊക്കെയോ വിളിച്ചു, ഏതൊക്കെയോ നേതാക്കന്മാരെ വിളിച്ചിട്ടാണ് ഈ പരിപാടി ചെയ്തത്. പാവപ്പെട്ട അവിടുത്തെ സമരസമിതിയുടെയോ മറ്റുള്ള ആരുടെയും ആ ഒരു വ്യക്തിയെ പോലും ഈ സർവകക്ഷി യോഗത്തിൽ വിളിച്ചിട്ടില്ല. അപ്പം തന്നെ നമുക്ക് ഈ ധൃതി പിടിച്ചുള്ള ഈ തീരുമാനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് എന്തറിയോ? ഈ രാഷ്ട്രീയത്തിലോ ഇവരാരോ വേണ്ടപ്പെട്ട ഒരാളുടെയാണ് ഈ ഫ്രഷ് കട്ട് എന്ന സ്ഥാപനം. നമുക്ക് പച്ചവെള്ള പോലെ മനസ്സിലായി. ഇപ്പം ഈ ഏഷ്യാനെറ്റ് ന്യൂസിൽ ഇയാൾ പോലും, ഇപ്പം ഈ പറഞ്ഞ ആൾ പോലും ഈ ഫ്രഷ് കട്ടിൻ്റെ മുതലാളിയുടെ പേരോ മറ്റൊരു കാര്യമോ പറയുന്നില്ല. മനസ്സിലായില്ലേ? ഇതാണ് കാശുള്ളവന് എന്തും ഈ കേരളത്തിൽ നടക്കും. പാവപ്പെട്ട അവിടുത്തെ വയസ്സായ ആൾക്കാരും കുട്ടികളും എല്ലാവരും ഇനിയും ഈ സ്മെല്ലും സഹിച്ച് അവിടെ ജീവിക്കണം. അതല്ലേ ഈ ഉത്തരവിൻ്റെത്? ജില്ലാ കളക്ടർ എന്ത് ചെയ്യണം? ഈ പ്രതിരോധം നടക്കുന്ന അവരെ അവിടുത്തെ ആക്ഷൻ കമ്മിറ്റിയെ വിളിക്കണ്ടേ? ഒരു സാധാ പൗരനെ എനിക്ക് തോന്നിയ ഒരു ഇതാണ്. മനസ്സിലായോ? അവിടുത്തെ സമരസമിതിയുടെ ആൾക്കാരെ വിളിച്ചിട്ട് വേണ്ട ഇവർ ചർച്ച നടത്താൻ. ഇവർക്ക് പറ്റിയ ഈ ഫ്രഷ് കട്ട് എന്ന സ്ഥാപനത്തിൽ നിന്ന് കാശ് വാങ്ങിയിട്ട് കുറേ ആൾക്കാരെ കൊണ്ടുപോയി, അവരുടെ സ്വന്തം ആൾക്കാരെ കൊണ്ടുപോയിട്ടാണ് ഈ പറയുന്ന സർവകക്ഷി യോഗം നടത്തിയിട്ടുള്ളത്. ഇത് നമുക്കറിയാം, ഇത് കാണുമ്പോൾ തന്നെ അറിയാം. ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് വാർത്തയിൽ കണ്ടതാണ് ആ സമരസമിതിയുടെ ഒരു വക്താവ് പറയുന്നത്, അവരെ വിളിച്ചിട്ടില്ല. അതാണ് അതിൻ്റെ സത്യം. ഇത് ഇവിടുത്തെ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പ്രമുഖരും കൂടി ആ നാട്ടിലെ ജനങ്ങളെ കൊല ചെയ്യുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ അവസ്ഥ എങ്ങനെയാണ് ഈ നാട്ടിൽ നടക്കുന്നത്? കയ്യിൽ കാശുണ്ടെങ്കിൽ ഇതെല്ലാം നടക്കും. ഞാനിപ്പോഴും പറയുന്നു, ഞാൻ ഇന്ന് ചെയ്ത വീഡിയോ അതേപോലെ ഞാൻ പറയുന്നു, ഈ ഫ്രഷ് കട്ടിൻ്റെ മുതലാളിയുടെ പേര് പറയണം. ഇവരാരും പറയില്ല, ഇവരൊരാളും ഇത് പറയില്ല. കാരണം ഈ മാധ്യമങ്ങളെല്ലാവരും ഇയാളുടെ നിന്ന് കാശ് വാങ്ങിയിട്ടാണ് ഈ റിപ്പോർട്ട് ചെയ്യുന്നത്. മനസ്സിലായോ? ഇന്ന് ഏഷ്യാനെറ്റ് പറഞ്ഞ കേട്ടോ, ഫ്രഷ് കട്ടിന് സർവകക്ഷി യോഗയുടെ അനുമതി. ഏത് 25 ടണ്ണ് മാലിന്യം എന്ന് പറയുന്നത് 20 ആക്കി കുറച്ചു എന്നാണ് ഇവർ പറയുന്നത്. ഞാനൊരു കാര്യം താമരശ്ശേരിയിലെ ഈ പ്രദേശത്തുള്ള ജനങ്ങളോട് പറയാം, പഞ്ചായത്ത് ഇലക്ഷൻ വന്നു, നിങ്ങളുടെ കൂടെ സമരം ചെയ്ത ഒരുത്തനെ ആ വാർഡിൽ നിർത്തി വിജയിപ്പിച്ചെടുക്കൂ. നിങ്ങളെ രാഷ്ട്രീയം മറക്കൂ. അതാ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ഇല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളും കുഞ്ഞുങ്ങളും അമ്മമാരും എല്ലാം രോഗികളായി അവിടെ കിടന്ന് പുഴു അരിച്ച് മരിക്കുന്നത് നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ കാണേണ്ടി വരും. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ ഇടയിലുള്ള ഒരാളെ
ആ വാർഡിലെ സ്ഥാനാർത്ഥിയാക്കി നിർത്തി വിജയിപ്പിച്ചെടുക്കൂ. അയാളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം അയാൾ ചെയ്യും. ഈ രാഷ്ട്രീയക്കാരെ പുറകെ നിങ്ങൾ നടക്കരുത്. ഒരു നാണയം ഇട്ട് കൊടുത്താൽ നക്കിയെടുക്കുന്നവരാണ് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഒപ്പിച്ചു വെക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇപ്പോഴും? ഈ ഫ്രഷ് കട്ടിൻ്റെ ഓണറുടെ പേര് പറയാൻ പോലും ഈ കേരളത്തിലൊരു മാധ്യമം തയ്യാറായിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇതല്ലേ നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ പ്രമുഖ മാധ്യമങ്ങൾ ആരെങ്കിലും ഇതിൻ്റെ ഉടമസ്ഥൻ്റെ പേര് പറഞ്ഞോ? ഞാൻ ഇപ്പോഴും ചോദിക്കുന്ന കാര്യം, ഇതിൻ്റെ ഉടമസ്ഥൻ ആര്? അതാ ഞാൻ ചോദിക്കുന്നത്. മനസ്സിലായില്ലേ? എന്ത് പറയാനാ, പാവപ്പെട്ട കുറേ ജനങ്ങളെ കൊല്ലാൻ പോകുന്നു. അത് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ.